കൂടെ ഞാൻ കേൾക്കുവാണ്. ഈശോയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൃപാസനത്തിലോട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും, അമ്മ വഴി സഹായിക്കാനായിരിക്കും എന്നെ വിളിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ ലോട്ടിട്ടപ്പോൾ അപ്പോൾ മണി അടിക്കാനുള്ള ഇത് കിട്ടി. അപ്പോൾ എനിക്ക് സന്തോഷമായി. അമ്മ ആദ്യം വന്നപ്പോൾ തന്നെ സ്വീകരിച്ചല്ലോ, അമ്മയുടെ മണി അടിച്ച് അമ്മയെ സ്വീകരിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം എഴുതിയിട്ടു. ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ച് ഈശോയുടെ അമ്മയുടെ മകളായിട്ട് എന്നെ മുന്നോട്ട് നയിക്കണമെന്നായിരുന്നു. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഇയറിലാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ എനിക്ക് ഒരു സപ്ലി പോലും വരാൻ പാടില്ല, അതാത് വർഷം പഠിച്ച് എനിക്ക് പാസ്സായിട്ട് ഇറങ്ങണം അമ്മയെന്നായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ തൈറോയ്ഡ് രോഗം വെച്ചിരുന്നു. അങ്ങനെ നിയോഗങ്ങൾ വെച്ചു. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാനൊക്കെ തുടങ്ങി. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പഠിത്തത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ മുഴുവൻ പ്രാർത്ഥനയിലായി. എങ്ങനെയും ഈശോൻ്റെ അമ്മയിലോടും കൂടുതൽ അടുക്കണം. കാരണം അവരോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ, ജീവിതത്തിൽ എന്ത് വന്നാലും പേടിക്കണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ജപമാലയെ പറ്റി കേട്ടു. സാക്ഷ്യത്തിൽ ആൾക്കാർ പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി സമ്പൂർണ്ണ ജപമാല എൻ്റെ ബുക്കിൽ നിറച്ച് എഴുതിയെടുത്തു. സമ്പൂർണ്ണ ജപമാല ഫുൾ എഴുതിയെടുത്തു. 2 ദിവസം ഞാൻ ചൊല്ലി. 3-ാമത്തെ ദിവസം തന്നെ ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചു. ഇപ്പോൾ സമ്പൂർണ്ണ ജപമാല മുഴുവൻ ചൊല്ലാൻ കാണാതെ അറിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഉടമ്പടിയുടെ ട്രാക്കിൽ വന്നെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരിക്കലും ജപമാല ചൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ വന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ എല്ലാം നടത്തി തരുമായിരുന്നു. രാവിലെ 5:30 തന്നെ എണീറ്റ് പ്രാർത്ഥിക്കും. ഞാൻ അപ്പോഴും ഹോസ്റ്റലിലായിരുന്നു, സെക്കൻഡ് ഇയർ കിട്ടിയപ്പോൾ ഹോസ്റ്റലിൽ ആയിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി പത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കോളേജിൽ പോകുമ്പോൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത്, അപ്പോൾ കൊടുത്താൽ വിശ്വാസി വാങ്ങുമല്ലോ, അവർക്ക് വിശ്വാസം വരുമല്ലോ. കാരണം ഇത്രയും ആതുര സേവനം ചെയ്യുന്നവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോട്ടിട്ടുകൊണ്ടല്ലേ കൊടുക്കുന്നത്, അവർ വാങ്ങുമല്ലോ എന്ന ചിന്തയായിരുന്നു. അപ്പം ഞാൻ ഓടി 8 മണിക്ക് ക്ലാസ്, ഞാൻ ഓടി എന്ത് ചെയ്യുമെന്നറിയോ, പോകുമ്പോൾ സ്റ്റെപ്പ് വഴി കൊടുക്കും, ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞു തന്നെ കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ആയപ്പോഴത്തേക്ക് കോളേജിൽ പിന്നെ സമയമില്ല കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവധി ദിവസങ്ങൾ വരുമല്ലോ, ഇപ്പം രാവിലെ ക്ലിനിക്സ്, ഉച്ചയ്ക്ക് ശേഷം തിയറിയാണ്. അപ്പോൾ ക്ലിനിക്സൊക്കെ ഇല്ലാത്ത ദിവസം ഞാൻ എന്ത് ചെയ്യും, എടുത്തിട്ട് ഞാൻ ഇറങ്ങും. എവിടെ പോയാലും കൃപാസന പത്രം എൻ്റെ ബാഗിലുണ്ടാവും. 5 പത്രമെങ്കിലും ഞാൻ എടുത്ത് വയ്ക്കും. കാരണം നമുക്കറിയത്തില്ലല്ലോ വിഷമമുള്ളവർ എപ്പോഴാണ് നമ്മൾ കാണുന്നതെന്ന്. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. അമ്മ ഈ പത്രം കൊടുക്കുന്നവരിൽ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അവർ അമ്മയെപ്പറ്റി അറിയും, ഈശോയെപ്പറ്റി അറിയും. എത്ര മക്കൾ എന്നെപ്പോലെ ആത്മഹത്യയുടെ വക്കീലൊക്കെ കിടക്കുന്നുണ്ടാവും, ബലഹീനതയിൽ മാത്രം ജീവിക്കുന്ന എത്ര മക്കളുണ്ടാവും, അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓരോ പത്രവും തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു.